أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഏറ്റവും ബഹുമാന ആദരങ്ങൾ നിറഞ്ഞ കേരള ഇസ്ലാമിക് ക്ലാസ്റൂമിലെ ബഹുമാന്യരായ ഉസ്താദുമാരെ, ശ്രോതാക്കളെ, അഡ്മിന്മാരെ, റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ കൂടിയത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് അതിമഹത്തായ ലൈവുകൾ കൊണ്ട് അനുഗ്രഹീതമായ ദിവസം. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ സ്വലാത്തും ശേഷം അസ്ഹരി ഉസ്താദിന്റെ അതിമനോഹരമായ ഒരു ക്ലാസും ഒക്കെയുള്ള ഈ ദിവസത്തിൽ ഫാമിലി ക്വിസ് പ്രോഗ്രാം നടത്തുന്നത് തന്നെ അനുചിതമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചകളിൽ മറ്റു പ്രധാനപ്പെട്ട ലൈവുകളൊന്നും സ്ഥിരമായുള്ളത് ഇല്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് 11:30 രാത്രി ഇന്ത്യൻ സമയത്തിൽ ബുധനാഴ്ച ദിവസം നമുക്ക് അത് നടത്താം. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മുൻകൂട്ടി പ്രഖ്യാപിച്ച പോലെ അല്പം വൈകിയെങ്കിലും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ഫാമിലി പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കട്ടൊന്നുമില്ലല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ. സ്നേഹമുള്ളവരെ, ഫാമിലി പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ബ്ലൂ ഗ്രീൻ എന്നീ 2 കളറുകളിലാണ് മത്സരിക്കേണ്ടത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അതിശക്തമായ മത്സരത്തിലൂടെ 1 പോയിന്റിനാണ് കഴിഞ്ഞ മത്സരത്തിൽ ബ്ലൂ പരാജയപ്പെട്ടത്. എങ്കിലും ഇന്ന് ഇരുകൂട്ടരും അതിശക്തരാണ് എന്നുള്ളതാണ് കളിക്ക് പുറത്തുള്ള PM യുദ്ധത്തിലൂടെ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് നാം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും ഇരുലോകത്തും ഉപകാരപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് പതിവ് പോലെ ഇന്നും ഫാമിലി പ്രോഗ്രാമിൽ തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: റാ ഇല്ലാത്ത ഒരു സൂറത്ത് ഏതാണ് എന്നുള്ളത്. ഖുർആനിലെ റാ ഇല്ലാത്ത ഒരു സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. റാ ഇല്ലാത്ത ഒരു സൂറത്ത് ഏതാണ് എന്നുള്ളതാണ്. ഫാ ഇല്ലാത്ത സൂറത്ത് ഏതാണ് എന്ന് അല്ല, റാ ഇല്ലാത്ത സൂറത്ത് ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഫസൽ മുസ്തഫ എഴുതിയിട്ടുള്ളത് ഫാത്തിഹ എന്നാണ്. ഹാഫിലാത്ത് 33 എഴുതിയിട്ടുള്ളത് ഇഖ്ലാസ് എന്നാണ്. MS ബി കാരേക്കാട് എഴുതുന്നു ഇഖ്ലാസ് എന്നാണ്. അബ്ദുള്ള ബഹ്റൈൻ ഇഖ്ലാസ് എന്ന്. അനന്താവൂരും ഷെരീഫ് 707 ഒക്കെ ഉത്തരങ്ങൾ എഴുതുന്നുണ്ട്. എന്നാൽ ഏത് സൂറത്താണ് റാ ഇല്ലാത്ത സൂറത്ത് എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ECHAPU എന്നുള്ള എച്ചാപ്പു എന്നുള്ള ഐഡിയിൽ നിന്ന് ഇഖ്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. എച്ചിടെക് അല്ല, എച്ചിടെക് എന്ന് വായിക്കുക. ബ്ലാക്കിലാണ് എഴുതിയിട്ടുള്ളത്. മാറ്റണം ബ്ലൂവിലേക്ക് അല്ലെങ്കിൽ ഗ്രീനിലേക്ക് കടന്നു വരണം. അബു സുഹൈൽ PK ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനിലേക്ക് വരണം. അബു സവാദ് ഗോൾഡൻ കളറിലാണ് വന്നിട്ടുള്ളത്. മാറ്റണം, അത് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആക്കണം. മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അർഹതയുള്ളത് ഈ 2 ടീമുകൾക്കാണ്. ഈച്ച് എന്നാണ് അല്ലേ? ഓക്കെ. ഏതായാലും ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം ബ്ലൂ കളറിലാണ് ആദ്യമായി വന്നിട്ടുള്ളത്. ഇഖ്ലാസ് സൂറത്ത് എന്നുള്ളതാണ്. ഇഖ്ലാസ് സൂറത്ത് എന്നുള്ള ഉത്തരത്തിലൂടെ ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് നേടുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിന് 1 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇതാ മത്സരം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ബ്ലൂ 1 പോയിന്റോടുകൂടെ മുന്നിട്ട് നിൽക്കുകയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിൽ ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത് ഏത് നിസ്കാരത്തിനാണ് എന്നുള്ളതാണ്. ഏത് നിസ്കാരത്തിനാണ് ആദ്യമായിട്ട് ബാങ്ക് വിളിച്ചത് എന്നുള്ള ചോദ്യമാണ് ചോദ്യം. ലുഹർ എന്നുള്ള ദുൽദലിന്റെ ഉത്തരം വരും. സുബ്ഹി എന്ന് അമീർ സാഹിബ്, ഫൈസൽ മുസ്തഫ ലുഹർ എന്ന്, റൈറ്റ് വിഷൻ അസർ എന്ന് ഷാജുർ VLY ലുഹർ എന്ന്, അബ്ദുള്ള തൊട്ടക്കാട് ലുഹർ എന്ന്, അഹമ്മദ് ഏജിയും അബു സുഹൈലും അബ്ദുള്ള ബഹ്റൈനും MSB കാരേക്കാടും ഷെരീഫ് അനന്താവൂരും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം ഇവിടെ വന്നിട്ടുള്ളത്. ശരിയായ ഉത്തരം പോയിന്റ് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട ഗ്രീനിന് തന്നെയാണ്. അമീർ സാഹിബിലൂടെ ബ്ലൂ
ബ്ലൂവിനല്ല പോയിന്റ് ലഭിക്കുന്നത്, ഗ്രീനിനാണ്. സുബ്ഹി എന്നുള്ള ഉത്തരം വളരെ ശരിയാണ്. സുബ്ഹി നിസ്കാരത്തിനാണ് ആദ്യമായി ബാങ്ക് വിളിച്ചത് എന്നാണ് പറയുന്നത്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ഗ്രീനാണ്. 1-1 എന്നുള്ളതാണ് പോയിന്റ് നില. ബഹുമാനപ്പെട്ട അഡ്മിന്മാർ അത് മാറ്റുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണമെങ്കിൽ അത് മാറ്റാം. ബ്ലൂവിന് 1 പോയിന്റും ഗ്രീനിന് 1 പോയിന്റും ഇങ്ങനെ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വല്ലാതെ പാതിര ആയിട്ടുണ്ട് നാട്ടിലൊക്കെ. അതുകൊണ്ട് തന്നെ അധികം കൂടുതൽ കമന്ററുകളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടിയ ഗ്രീൻ. അങ്ങനെ 1-1 എന്നതിലേക്ക് പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉന്മേഷം ഉണ്ടായിരിക്കൽ എന്നുള്ളതിന് എന്താണ്, അതിന്റെ വിധി എന്താണ്? ഫർളാണോ സുന്നത്താണോ എന്നുള്ളതാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്താണോ ഫർളാണോ എന്നുള്ളതാണ്. ജായിസ് എന്ന് അബ്ദുള്ള തൊട്ടക്കാട് പറയുന്നുണ്ട്. സുന്നത്ത് എന്ന് അമീർ സാഹിബ്, ഹാഫില സുന്നത്ത് എന്ന് ഷരീഫ്, സുന്നത്ത് എന്ന് ഷാജുർ റയീസ്, AT ദാരിമി, അനന്താവൂർ, ഫൈസൽ മുസ്തഫ, അഷ്റഫ്, നൂർ വിക്കേടി, ജിദ്ദ, അബു ഷുഹൈൽ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. MSB കാരേക്കാട് ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത് സുന്നത്ത് എന്നാണ്. അത് ശരിയായ ഉത്തരം തന്നെയാണ്. പക്ഷെ പോയിന്റ് ലഭിക്കുന്നത് അമീർ ഇരിങ്ങല്ലൂർ ടൈപ്പ് ചെയ്ത സുന്നത്ത് എന്നുള്ളതിനാണ്. കാരണം അതാണ് ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. അത് ഗ്രീനിനാണ്. അങ്ങനെ വീണ്ടും പോയിന്റ് നേടിക്കൊണ്ട് ഗ്രീൻ അതിശക്തമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. തുടക്കത്തിൽ തന്നെ പോയിന്റ് നേടിയ ബ്ലൂ ഇപ്പോൾ ആ 1 പോയിന്റുമായി തന്നെ നിലകൊള്ളുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ചോദ്യം ഇതാണ്. 4ാമത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. 4ാമത്തെ ചോദ്യം ഇതാണ്. 1, 2, 3, 4 എന്ന നിലയിൽ ഒരുപാട് അക്കങ്ങളുണ്ട്. 1 മുതൽ 10 വരെ അക്കങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ കണ്ടുപിടിക്കപ്പെട്ട അക്കം ഏതാണ് എന്നുള്ളതാണ്. എണ്ണസംഖ്യ ഏറ്റവും ഒടുവിൽ കണ്ടുപിടിക്കപ്പെട്ടത് ഏതാണ് എന്നുള്ളതാണ്. അയ്യൂബ് ബ്ലാത്തൂർ പോയിന്റ് ലഭിക്കണമെങ്കിൽ കളർ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ആക്കണം. മറ്റു കളർ ജാഫർ മന്നിയിൽ കളർ മാറ്റുക, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീനിലേക്ക് വരിക. ഏതായാലും ശരിയായ ഉത്തരങ്ങളാണ് പൂർണ്ണമായും വന്നിട്ടുള്ളത്. എന്നാൽ ശരിയായ ഉത്തരം വളരെ വ്യക്തമായ രീതിയിൽ എഴുതിയ ജാഫർ മന്നിയിൽ അത് ബ്ലാക്കിൽ എഴുതി കഴിഞ്ഞു. അയ്യൂബ് ബ്ലാത്തൂരും ബ്ലാക്കിൽ എഴുതി കഴിഞ്ഞു. 0 എന്നുള്ളത് ശരിയായ ഉത്തരം തന്നെയാണ്. വീണ്ടും പോയിന്റ് നേടിക്കൊണ്ട് ബ്ലൂവിനെ അതിശക്തമായ ഒരു സമനിലയിലേക്ക് നയിക്കുകയാണ് ബഹുമാനപ്പെട്ട സുഹൃത്ത്. ഏതായാലും 2-2 എന്നുള്ള നിലയിലാണ് ഇപ്പോൾ 0 എന്നുള്ള ഉത്തരത്തിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷാജുർ ആണ് ആ പോയിന്റ് ബ്ലൂവിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. 5ാമത്തെ ഒരു ചോദ്യം. 25 ചോദ്യങ്ങൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ചോദ്യം ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഖുർആനിലെ 4-1 ആയ സൂറത്ത് ഏതാണ്? ഖുർആനിലെ 4-1 ആയ 3-1 ആയ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത്. എന്നാൽ 4-1 ആയ സൂറത്ത് ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി കൊണ്ട് അമീർ സാഹിബും അഹമ്മദും ഫൈസലും ദുൽദുലും റഹ്മാനും അബ്ദുള്ള തൊട്ടക്കാട് അൽബത്തൂല, AT ദാരിമി, അബ്ദുള്ള ബഹ്റൈനി, MSB കാരക്കാട്, ഷരീഫ് അനന്താവൂർ, നൌഷാദ് ഹുദവി, അബു സുഹൈൽ, നൂർ ചാലിയം എല്ലാവരും ഉത്തരങ്ങൾ എഴുതുന്നു. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട അമീർ സാഹിബിന് തന്നെയാണ്. ഗ്രീനിന് കാഫിറൂന എന്നുള്ളത് തന്നെയാണ് 4-1 എന്ന് എണ്ണപ്പെടുന്ന സൂറത്ത്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് ലഭിച്ചപ്പോൾ ഗ്രീൻ ഇപ്പോൾ 3 പോയിന്റുകളുമായി അതിശക്തമായ മുന്നേറ്റത്തിലാണ്. 2 പോയിന്റുകളുമായി തൊട്ടു പിറകെ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ബഹുമാനപ്പെട്ട ബ്ലൂമുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്. 6ാമത്തെ ചോദ്യമാണ്. ആദ്യമായിട്ട് ബിംബാരാധന തടയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. ബിംബാരാധന തടയുന്നതിന് വേണ്ടി ആദ്യമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആര് എന്നുള്ള ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ദുൽദുൽ അഹമ്മദ്, MSB കാരക്കാട് അയ്യൂബ്, റയീസ്, കാഫില, അബ്ദുള്ള തൊട്ടക്കാട്, ബഷീർ, അൽബത്തൂല, ഫൈസല്, നൌഷാദ് ഹുദവി, അനന്താവൂർ, അബ്ദുള്ള ബഹ്റൈനി, മലപ്പുറം, AT ദാരിമി, അബു സുഹൈൽ, റഹ്മാൻ, അമീർ ഇരിങ്ങല്ലൂർ, വാദിനൂർ, അബ്ദുള്ള ബഹ്റൈൻ, അഷ്റഫ്, വെള്ളില എക്സ്പ്രസ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നൂഹ് നബി എന്നുള്ള ഉത്തരത്തിലൂടെ അതിശക്തമായ മുന്നേറ്റം. വീണ്ടും തന്നെ 4 പോയിന്റുകളാണ്. ഇരട്ടി പോയിന്റുകളുടെ വ്യത്യാസം. പക്ഷേ 2 പോയിന്റുകൾ മാത്രമാണ് ഇരട്ടി എന്നുള്ളത് മാത്രം. അങ്ങനെ 2-4 എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലൂ തൊട്ട് പിറകെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്തൊരു ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നിസ്കാരത്തിൽ ഓതുന്നവയുടെ അർത്ഥം ചിന്തിക്കൽ സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. നിസ്കാരത്തില്
ഓതുന്നതിന്റെ അർത്ഥം ചിന്തിക്കൽ സുന്നത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ദുൽദുൽ പറയുന്നു യെസ്, അബ്ദുള്ള തൊട്ടക്കാട്, അയ്യൂബും ജാഫറും ഷാഫിയും ഉസ്മാൻ അരീക്കോടും ഫൈസൽ മുസ്തഫി അൽബത്തൂല അനന്താവൂർ അബ്ദുള്ള ബഹ്റൈൻ വെള്ളില എക്സ്പ്രസ് MSB ഹാഫില സായിദ് നൂർ VKD എറ്റിദാരിമി എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരത്തിലൂടെ അതിശക്തമായ അബ്ദുള്ള തൊട്ടക്കാടിന്റെ അതിസമർത്ഥമായ ഒരു ഷോട്ടിനെ അതിവിദഗ്ധമായി തടുത്തുകൊണ്ട് വീണ്ടും അത് ബ്ലൂവിന്റെ കോർട്ടിലേക്ക് തന്നെ ഗോളാക്കി മാറ്റിയിരിക്കുകയാണ് ദുൽദുൽ. അങ്ങനെ ഗ്രീനിന് ഒരു പോയിന്റ് കൂടെ വർദ്ധിക്കുകയാണ്. 5ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട ഗ്രീൻ 5 പോയിന്റ് നേടുകയാണ്. സുന്നത്തുണ്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പോയിന്റ് വീണ്ടും നേടുന്നത് ഗ്രീനാണ്. ശക്തരായ കളിക്കാരാണ്, പക്ഷേ അതിശീഘ്രമായ മുന്നേറ്റത്തിലൂടെ പോയിന്റ് നേടുന്നത് ഗ്രീനാണ്. 5-2 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ചെറിയ കുസൃതി ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഓക്കെ. 88 കീകളുണ്ട്, എന്നാൽ ഒന്നുകൊണ്ട് പോലും ഒരു പൂട്ടും തുറക്കാൻ പറ്റുകയില്ല. എന്താണ് സാധനം എന്നുള്ളതാണ്. എന്താണ് ഞാൻ 88 കീകളുണ്ട്, പക്ഷെ ഒന്നുകൊണ്ട് പോലും ഒരു പൂട്ടും തുറക്കാൻ സാധിക്കുകയില്ല. എന്താണ് സാധനം എന്നുള്ളതാണ്. അറിയുന്നവർക്ക് അറിയാം. തുർക്കി എന്ന് പറയുന്നുണ്ട്. തുർക്കിയിൽ 88 കീകൾ കണ്ടിട്ടില്ല. എന്താണ് ആ സാധനം എന്നുള്ള. 88 കീകളുണ്ട്, പക്ഷെ ഒന്നുകൊണ്ട് പോലും അതിന് ഒരു പൂട്ടും തുറക്കാൻ സാധിക്കുകയില്ല. കീബോർഡ് എന്ന് പറയുന്നു, അതിൽ 88 ആണോ എന്ന് അറിയില്ല. ഏതായാലും ശരിയായ ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. ക്ലൂ ഉത്തരങ്ങൾ ശരിയായി വന്നില്ല എങ്കിൽ ക്ലൂ വരുന്നതാണ്. 88 കീകളുണ്ട്, ഒന്നുകൊണ്ട് പോലും ഒരു പൂട്ടും തുറക്കുവാൻ. ബുർക്കി എന്ന് പറയുന്നത്, വരി എന്ന് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് പോലും കീബോർഡ് എന്ന് പറയുന്നത്, കാക്കി എന്ന് പറയുന്നത്. 88 കീകളുണ്ട്, എന്നാൽ ഒന്നുകൊണ്ട് പോലും ഒരു പൂട്ടും തുറക്കാൻ സാധിക്കുകയില്ല. ഒരു സംഗീത ഉപകരണമാണ് എന്നുള്ള ഒരു ക്ലൂ തരികയാണ്. വീണ്ടും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. മുസ്തഫ മുസ്തഫും ബഷീറും 100 വിക്കറ്റിയും ഈച്ച് വൺ ടെക് ടീച്ച് മലപ്പുറം നൌഷാദ് ഹുദവി എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. കീബോർഡ് എന്നുള്ള ഈച്ച് വൺ ടീച്ച് വണ്ണിന്റെ ഉത്തരം ശരിയല്ല. എന്നാൽ ശരിയായ ഉത്തരം, വളരെ വളരെ ശരിയായ ഉത്തരം. അതിശക്തമായ ഒരു മുന്നേറ്റം വീണ്ടും കാഴ്ചവെക്കുന്നു ദുൽദുലിന്റെ അതിസമർത്ഥമായ കാലുകളിലൂടെ. വീണ്ടും ഒരു ഗോൾ കൂടെ ഇപ്പോൾ ബ്ലൂവിന് വരികയാണ്. 6ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഗ്രീൻ ഇതാ മുന്നോട്ട് പോകുന്നു. പിയാനോ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പിയാനോ എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് വീണ്ടും ഗ്രീനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ലോകത്ത് ആദ്യമായിട്ട് മൈലാഞ്ചി ഇട്ടത് ആരാണ്? ഒരു പ്രവാചകനാണ് ആദ്യമായി മൈലാഞ്ചി ഇട്ടത്. ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. 6-2 എന്ന നിലയിലാണ് കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബ്ലൂക്കാർ ശക്തമായി പൊരുതേണ്ടതുണ്ട്. ആരാണ് ആദ്യമായിട്ട്, ഏത് പ്രവാചകനാണ് ആദ്യമായിട്ട് മൈലാഞ്ചി ഇട്ടത് എന്നുള്ള ചോദ്യമാണ് ചോദ്യം. ആരാണ് ആദ്യമായിട്ട് മൈലാഞ്ചി ഇട്ടത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അമീർ സാഹിബും അയ്യൂബും അമീർ ഇരിങ്ങല്ലൂരും ദുൽദുലും ഫൈസൽ മുസ്തഫയും റൈറ്റ് വിഷനും MSB കാരക്കാടും ഉസ്മാൻ അരീക്കോടും അബ്ദുള്ള ബഹ്റൈനും മുഹമ്മദ് 313 അനന്താവൂർ സായിദ് അഷ്റഫ് നിസാർ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട നിസാർ എഴുതിയ ആദം എന്നുള്ള ഉത്തരം വളരെ ശരിയാവേണ്ടതാണ്, പക്ഷെ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുൽദുൽ വീണ്ടും പോയിന്റ് ലഭിക്കുകയാണ്. ബ്ലൂവിന് വേണ്ടിയല്ല, ഗ്രീനിന് വേണ്ടി ആ പോയിന്റ് 7ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് അതിശക്തമായ മുന്നേറ്റം, അതിസമർത്ഥരായ കളിക്കാരെ കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും വലകുലിക്കുകയാണ് ബഹുമാനപ്പെട്ട ദുൽദുൽ. അങ്ങനെ 7-2 എന്ന നിലയിലേക്ക് വീണ്ടും പോകുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. സാധാരണഗതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ കാലഘട്ടങ്ങളിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിപൂർണമായ ഖുർആൻ നബിക്ക് ഓതി കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ നുബുവത്തിന്റെ 10ാം ഹിജറ 10ാം വർഷത്തില് എത്ര തവണ ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. ഹിജറ 10ാം വർഷത്തിൽ എത്ര തവണയാണ് പരിപൂർണമായി ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായി കൊണ്ട് അൽബത്തൂലയും അബ്ദുള്ളയും ഫൈസൽ മുസ്തഫയും അനന്താവൂരും റൈറ്റ് വിഷനും വെള്ളില എക്സ്പ്രസും MSB കാരേക്കാട് അമീർ സാഹിബ് AT ദാരിമി അബു അനസ് നാച്ചു സായിദ് സാബു ഗുഡ് ഐഡിയ അബു സുഹൈൽ അബ്ദുള്ള തൊട്ടക്കാട് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അബ്ദുള്ള തൊട്ടക്കാട് എഴുതിയ 2 ശരിയായ ഉത്തരമാണ്. പക്ഷെ പോയിന്റ് ലഭിക്കുന്ന 2 അത് ഫൈസൽ മുസ്തഫയുടേതാണ്. പക്ഷെ ബ്ലൂവിന്
ബ്ലൂവിന് തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് നേടിക്കൊടുത്തുകൊണ്ട് പ്രതീക്ഷകളുടെ ലോകത്തേക്ക് ബ്ലൂവിനെ കൈവടിച്ചുയർത്തുകയാണ് ഫൈസൽ മുസ്തഫ. 3, 7, 10 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി 15 ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അധികം സംസാരിച്ചു നിൽക്കാതെ 11ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 11ാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം, ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കുക, കടലിൽ നിങ്ങൾ കുടുങ്ങി. അതിൽ ശക്തമായ വിശപ്പുള്ള സ്രാവുകൾ നിങ്ങളെ വളഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കൂ, എങ്ങനെ കടലിൽ നിങ്ങൾ കുടുങ്ങി, ശക്തമായ സ്രാവുകൾ നിങ്ങളെ വളഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും? നിങ്ങളൊന്ന് അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. തവക്കുലാക്കുക എന്നുള്ള അബ്ദുള്ള തൊട്ടക്കാടിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. വെറുതെ ചിന്തിക്കണ്ട എന്ന് പറയുന്നത് അയ്യൂബ്. ഹെലികോപ്റ്റർ എന്ന് MSB കാരേക്കാട്. എങ്ങനെ? ശരിയായ ഉത്തരത്തിന്റെ ദുആ എന്ന് സായിദ്. ബഷീർ നോ ചിന്ത എന്ന് പറയുന്നുണ്ട്. തിങ്കിങ് ദുൽദുൽ. ഏതായാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ചിന്തിക്കലാണ് നിർത്തിയാൽ മതി, പിന്നെ രക്ഷപ്പെട്ടല്ലോ. ചിന്തിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. ശരിയായ നോ ചിന്ത എന്നുള്ള ഉത്തരത്തിലൂടെ ബഷീർ ആ ഉത്തരം ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ബ്ലൂവിന് 4ാമത്തെ പോയിന്റ് നേടിക്കൊടുത്തുകൊണ്ട് അതാ ബഷീർ ഇവിടെ താരമാവുകയാണ്. ഇപ്പോൾ ഗാലറിയിൽ ഉണർവ് വന്നിട്ടുണ്ട് ബ്ലൂവിന്റെ ഭാഗത്ത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. അയ്യൂബ് ഉണ്ട്. അയ്യൂബ് ബ്ലാത്തൂർ വെറുതെ ചിന്തിക്കണ്ട എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ചിന്ത നിർത്തുക എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വെറുതെ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു, പക്ഷെ ചിന്ത നിർത്തുക എന്നുള്ള അതാണ് ഉദ്ദേശിച്ചത് അല്ലെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇനിയിപ്പോ തിരുത്തണ്ട. കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്, ചിന്ത നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ബ്ലൂക്കാർ പറയുന്ന പോലെ ചെയ്യാൻ, വെറുതെ ചിന്തിക്കണ്ട എന്നുള്ളത് ഉദ്ദേശിച്ചത് അതാണ് എന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ ഓക്കെ പോട്ടെ, സാറില്ല. ഇട്ടത് പോയിന്റ് തിരുത്തണ്ട, അത് അവർക്ക് സങ്കടാവൂലേ. ചോദ്യം ചോദിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെ വന്നിട്ട് ദുൽദുൽ പറയുന്നു അലി റളിയല്ലാഹു അൻഹു എന്നാണ്. ഫൈസൽ മുസ്തഫ അലി എന്ന്, ഷാജുർ അലി എന്ന്, അയ്യൂബ് ബ്ലാത്തൂർ യെസ് എന്ന് പല ഉത്തരങ്ങളും ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം അത് അലി റളിയല്ലാഹു അൻഹു എന്ന് തന്നെയാണ്. കാരണം മറ്റാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മയ്യത്ത് കുളിപ്പിക്കരുത് എന്നും അവർക്ക് മറ്റാരെങ്കിലും കാണുകയാണ് എങ്കിൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നോട് പറഞ്ഞതായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു ആണ് മയ്യത്ത് കുളിപ്പിച്ചത്. ശരിയായ ഉത്തരത്തിലുള്ള പോയിന്റ് വീണ്ടും നേടുന്നത് ഗ്രീനാണ്. 8 പോയിന്റുകളുമായി ഇപ്പോൾ ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ട ശേഷം ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുക. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഇപ്പോൾ 11 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 12ാമത്തെ ചോദ്യമാണ് വരുന്നത്. 12ാമത്തെ ചോദ്യം ഇതാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന നാമം യഥാർത്ഥ നാമമുള്ള ഹദീസ് പണ്ഡിതൻ ആരാണ്? ഹദീസ് കിതാബിന്റെ ഉടമയാണ്. ആരാണ്? മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് യഥാർത്ഥ നാമമുള്ള ഹദീസ് പണ്ഡിതൻ ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അഹമ്മദ് ഏജ് ബുഖാരി എന്ന് ദുൽദുൽ റൈറ്റ് വിഷൻ ബുഖാരി എന്ന്, ഫൈസൽ മുസ്തഫ ഷരീഫ് അമീർ ഇരിങ്ങല്ലൂർ വെള്ളില എക്സ്പ്രസ്, അബു അൻസ് അബ്ദുള്ള ബഹ്റൈൻ, അബ്ദുള്ള തൊട്ടക്കാട്, നൂർ VKD, മുസ്തഫ മുസ്തു എല്ലാവരും ശരിയായ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. എന്നാൽ ശരിയായ ഉത്തരം സായിദ് എഴുതിയ ബുഖാരി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ MSB കാരക്കാട് എഴുതിയത് മുസ്ലിം എന്നാണ്. ശരിയായ ഉത്തരം. പോയിന്റ് ലഭിക്കുന്നത് വീണ്ടും ഗ്രീനാണ്. അഹമ്മദ് ഏജിയിലൂടെ ശക്തമായ മുന്നേറ്റമാണ് ഇപ്പോൾ ഗ്രീൻ കാഴ്ചവെക്കുന്നത്. എന്നാൽ 9 പോയിന്റുകൾ ഇപ്പോൾ ഗ്രീൻ നേടിയിട്ടുണ്ട്. 4 പോയിന്റുകളുമായി തൊട്ടുപിറകെ അതിശക്തരായി തന്നെ ബ്ലൂ ഉണ്ട്. അടുത്ത ഒരു ചോദ്യം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഖുർആന്റെ പ്രതി അത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലശേഷം ഏൽപ്പിക്കപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ശേഷം ആരെയാണ് ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഖുർആനിക പ്രതി അത് ശേഷം ഏൽപ്പിച്ചത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. പിന്നീട് ഏൽപ്പിച്ചത് ആരെ എന്നുള്ള ചോദ്യത്തിന് റൈറ്റ് വിഷൻ ഹഫ്സ എന്ന്, അബ്ദുള്ള തൊട്ടക്കാട്, അബ്ദുള്ള ദുൽദുൽ, അൽ ബത്തൂല, MSB കാരക്കേട്,
ഫൈസൽ മുസ്തഫ വെള്ളില എക്സ്പ്രസ്, മുസ്തഫ മുസ്തു അയ്യൂബ്, നൂർ വിക്കടി, അമീറുദ്ദീൻ, അബ്ദുള്ള ബഹ്റൈൻ, അബു അനസ് അനന്താവൂർ എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അബു സുഹൈലും അഷ്റഫും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. എന്നാൽ സാബിത്ത് എന്നുള്ള ഗുഡ് ഐഡിയയുടെ ഉത്തരത്തേക്കാൾ ശരിയായ ഉത്തരം ഹഫ്സ എന്നുള്ളതാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നുള്ളതാണ് ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത്. ബ്ലൂ ആണ് അത് എഴുതിയിട്ടുള്ളത്. റൈറ്റ് വിഷനാണ് ആദ്യമായിട്ട്. അങ്ങനെ ബ്ലൂവിന് ഇപ്പോൾ 5ാമത്തെ പോയിന്റ് നേടിക്കൊടുത്തുകൊണ്ട് റൈറ്റ് വിഷന്റെ അതിശക്തമായ ഒരു പാസിംഗ് ആണ്. ഏതായാലും 5-9 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം വരികയാണ്. 15ാമത്തെ ചോദ്യം എന്നാണ് തോന്നുന്നു. 9, 5, 14. 15ാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിപ്പിക്കുന്ന നബിപത്നി ആരാണ് എന്നുള്ളതാണ്. വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ പത്നിയായ ഖദീജ ബീവി തങ്ങൾ റളിയല്ലാഹു അൻഹയെ അനുസ്മരിപ്പിക്കുന്ന പ്രവാചക പത്നി ആരാണ് എന്നുള്ളതാണ്. ഹാല എന്ന് ദുൽദുൽ പറയുന്നുണ്ട്, ഫാത്തിമ എന്ന്, സൗദ എന്ന്, സൈനബ് എന്ന്, ആയിഷ എന്ന്, സഫിയ എന്ന്, ഹഫ്സ എന്ന്, മൈമൂന എന്നൊക്കെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. ആരായിരുന്നു ഖദീജ ബീവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഖദീജ ബീവിയുടെ അതേ പെരുമാറ്റവും അതേ വ്യക്തിത്വവും അതേ സംസാര ശൈലിയും ഒക്കെ ഉണ്ടായിരുന്ന മറ്റൊരു പത്നി ഉണ്ടായിരുന്നു. ആര് എന്നുള്ള ചോദ്യത്തിന് വളരെ ശക്തമായ ഉത്തരം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശരിയായ ഉത്തരം ഹിന്ദ് എന്നുള്ളതാണ്, അതല്ലെങ്കിൽ ഉമ്മു സലമ എന്നുള്ളതാണ്. ശരിയായ ഉത്തരത്തിലൂടെ വീണ്ടും ഗ്രീനിന് വേണ്ടി ദുൽദുലിന്റെ തേരോട്ടം 10ാമത്തെ പോയിന്റും നേടിക്കൊടുത്തുകൊണ്ട് 2 അക്കം തികച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗ്രീന്. അങ്ങനെ ഇപ്പോൾ 10 പോയിന്റുകൾ ഇപ്പോൾ നേടിയിട്ടുണ്ട് ഗ്രീൻ. 10-5 എന്ന നിലയിലാണുള്ളത്. കുറെ നേരമായി ഇരട്ടിയിലധികം പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് 2 ടീമുകളും ഇപ്പോൾ ഉള്ളത്. ഏതായാലും അടുത്ത ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ, 10ഓളം ചോദ്യങ്ങൾ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും വിജയിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് നഖം മുറിക്കുകയും മീശ വെട്ടുകയും ചെയ്ത പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നഖം വെട്ടുകയും മീശ മുറിക്കുകയും ചെയ്ത പ്രവാചകൻ ആരാണ് എന്നുള്ള ദാവൂദ് എന്നുള്ള അമീറുദ്ദീൻ ഉത്തരം വരുന്ന റൈറ്റ് വിഷൻ ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. ദുൽദുലും അബു അനസും ഫൈസലും ഖാഫിലയും അബു സുഹൈലും MSBയും നൂർ വിക്കടിയും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ശരിയായ ഉത്തരം ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണ് ആദ്യമായിട്ട് നഖം വെട്ടുകയും മീശ വെട്ടുകയും ഒക്കെ ചെയ്ത പ്രവാചകൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ശരിയായ ഉത്തരം ഇബ്രാഹിം നബി എന്നുള്ളത് തന്നെയാണ്. ഇബ്രാഹിം നബി എന്നുള്ള ഉത്തരത്തിന് പോയിന്റ് ലഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബ്ലൂവിനാണ് റൈറ്റ് വിഷനിലൂടെ പോയിന്റ് ലഭിക്കുന്നത്. 6ാമത്തെ പോയിന്റും നേടിക്കൊണ്ടിതാ ബ്ലൂവിന് ആവേശം വരികയാണ്. 6 പോയിന്റുകളാണ് ഇപ്പോൾ ബ്ലൂവിനുള്ളത്. എന്നാൽ 10 പോയിന്റുകളുമായിട്ട് ഗ്രീനാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കൽ സുന്നത്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കുരുടനായ വ്യക്തിക്ക് ആ സുന്നത്തുണ്ടോ എന്നുള്ളതാണ്. കുരുടനായ വ്യക്തിക്ക് സുന്നത്തുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു നിസ്കരിക്കുന്ന സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കൽ സുന്നത്താണ്. എന്നാൽ കുരുടനായ വ്യക്തിക്ക് സുന്നത്തുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സുന്നത്ത് എന്നുള്ള ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബഹുമാനപ്പെട്ട ബ്ലൂ ആണ് എന്നാണ് തോന്നുന്നത്. അബ്ദുള്ള തോട്ടക്കാട് അത് താരകമായി മാറുകയാണ്. അമീർ ഇരിങ്ങല്ലൂരും ഫൈസൽ മുസ്ലിം ദുൽദുലും അയ്യൂബും ഖാഫിലയും അനന്താവൂരും ദുൽദുലും അബ്ദുള്ള തോട്ടക്കാടും AT ദാരിമിയും റൈറ്റ് വിഷനും അൽബത്തൂലയും സായിദും നൂർ വിക്കടിയും എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. അബു അനസും അനന്താവൂരും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തു. AT ദാരിമി ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ പോയിന്റ് ലഭിക്കുന്നത് ബ്ലൂവിന് വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട ABCD അവർകള് എവിടെയാണ് സുഹൃത്തെ? കുറെ ആലയിലെ കണ്ടിട്ട്. ഏതായാലും ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. ബ്ലൂവിന് ഇപ്പോൾ 7 പോയിന്റായി. ഗ്രീനിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. കയ്യെത്തുന്ന ദൂരത്തേക്ക് എത്തിയിട്ടുണ്ട്. 3 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അവശേഷിക്കുന്നത് ഏതാനും ചോദ്യങ്ങൾ മാത്രമാണ്. പോയിന്റ് ഇനിയും നേടാനുള്ള അവസരങ്ങൾ അവശേഷിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം ഇതാ വരുന്നു. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ. മരിച്ച ഉടനെ കിടത്തുമ്പോൾ എന്തെങ്കിലും വിരിച്ചിട്ട് കിടത്തലാണോ നിരത്ത് കിടത്തലാണോ ഉത്തമം എന്നുള്ളതാണ്. മരിച്ച ഉടനെ കിടത്തുമ്പോൾ കട്ടിലിൽ എന്തെങ്കിലും വിരിച്ചിട്ട് കിടത്തലാണോ വിരിക്കാതെ കിടത്തലാണോ ഉത്തമം എന്നുള്ളതാണ് എന്റെ ചോദ്യം.
വിരിച്ചു കിടത്തലാണോ വിരിക്കാതെ കിടത്തലാണോ ഉത്തമം എന്നുള്ളതാണ് ചോദ്യം. അബ്ദുള്ള തൊട്ടക്കാട് യെസ് എന്ന് ഉദ്ദേശിച്ചത് എന്തെന്നറിയില്ല. അമീരുകളിൽ ഒരു വിരിക്കൽ എന്ന് പറയുന്നത് അൽബത്തൂല നിലത്ത് എന്ന് പറയുന്നു, അബു അനസ് വിരിച്ച് എന്ന് പറയുന്നു, ദുൽദുലും ഷാബുമോനും മലപ്പുറവും വെണ്ണില എക്സ്പ്രസും MSB കാരേക്കാട് ഫൈസൽ മുസ്തഫ ദിൽഷാദ് ആന്താവൂര് KPAS നൂർവിക്കേടി അബ്ദുള്ള തൊട്ടക്കാട് ഫസൽ സായിദ് എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരം വിരിക്കാതെ കിടത്തലാണ് ഉത്തമം എന്നുള്ളത് തന്നെയാണ്. പോയിന്റ് വീണ്ടും നേടുന്നത് അൽബത്തൂലയിലൂടെ ബ്ലൂ ആണ്. 8ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഇപ്പോൾ ഗ്രീനിന് ഒരു വിറയൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓട്ടത്തിലൊക്കെ ആ ശക്തി ചോർന്നു പോയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഇതാ തൊട്ടുപിറകിൽ തന്നെ ശത്രു എത്തിയിട്ടുണ്ട്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം. ചോദ്യം ഇതാണ്: ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ഏത് ദ്വീപിലാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് ഏത് ദ്വീപിലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഏത് ദ്വീപിലാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത് എന്നുള്ളതാണ്. അന്തമാൻ എന്ന് പറയുന്നത്, ലക്ഷദ്വീപ് എന്ന് പറയുന്നുണ്ട്, ഹിരോഷിമ എന്ന് പറയുന്നുണ്ട്. ഏത് ദ്വീപിലാണ് ഹൈഡ്രജൻ ബോംബ് ആദ്യമായി പരീക്ഷിച്ചത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഹൈഡ്രജൻ ബോംബ് ആദ്യമായി പരീക്ഷിച്ചത് ഏത് ദ്വീപിലാണ് എന്നുള്ളതാണ്. ജപ്പാൻ, ഹിരോഷിമ എന്നുള്ള ഉത്തരങ്ങൾ വരുന്നുണ്ട്. ശരിയായ ഉത്തരം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം പറയുന്ന ഒരു ക്ലൂ ഞാൻ തരികയാണ്. M കൊണ്ട് തുടങ്ങുന്ന ഒരു സ്ഥലമാണ്. M കൊണ്ട് തുടങ്ങുന്ന സ്ഥലമാണ്. ഏത് രാഷ്ട്രം എന്ന് പറഞ്ഞില്ല, ഏത് സ്ഥലമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ദ്വീപിനെ ആ സ്ഥലം അങ്ങനെ പറയാ. ആ ദ്വീപ് ഏത്? മാഷാ അല്ലാഹ് ഉത്തരം വന്നിട്ടുണ്ട്. അയ്യൂബ് ബ്ലാത്തൂർ. നേരത്തെ നഷ്ടപ്പെട്ട ഒരു പോയിന്റ്, നേരത്തെ റഫറിയുടെ ഒരു കൺഫ്യൂഷൻ തീരുമാനത്തിലൂടെ നഷ്ടപ്പെട്ട ഒരു ഗോൾ തിരിച്ചെടുത്തുകൊണ്ട് അയ്യൂബ് ബ്ലാത്തൂർ വീണ്ടും ഗ്രീനിന് വേണ്ടി 11ാമത്തെ പോയിന്റ് നൽകിക്കൊണ്ട് നിർണായക ഘട്ടത്തിലെ താരമായി മാറുകയാണ്. അങ്ങനെ 11ാമത്തെ പോയിന്റും ഗ്രീൻ നേടുകയാണ്. മാർഷൽ ദ്വീപ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. മാർഷൽ ദ്വീപ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഒരു വിഷ്വൽ ചോദ്യമാണ്. ഞാൻ ഒരു വീടിന്റെ ചിത്രം നിങ്ങൾക്ക് കാണിക്കും. ഇത് ആരുടെ പഴയ ഒരു വീടാണ്, ആരുടെ വീടാണ് എന്ന് നിങ്ങൾ പറയണം. ഈ വീട് ആരുടേതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ഈ വീട് കേരളത്തിലെ അതിപ്രസിദ്ധമായ ഒരു വീടാണ്. ഇത് ആരുടെ വീടാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ആരുടെ വീടാണിത്? ഇതാരുടെ വീടാണ് എന്ന് ഈ വിഷ്വൽ നോക്കിക്കൊണ്ട് പറയണം. ഇന്ന് ഇതിന്റെ പുറത്ത് ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട്, പേര് എഴുതിയിട്ട്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ചിത്രം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീട് ആരുടേതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ആർക്കും കൺഫ്യൂഷൻ ഇല്ല. അത് ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടേത് തന്നെയാണ്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടിയ ഇത് ബ്ലൂ ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരിയായ ഉത്തരത്തിലൂടെ ബ്ലൂ ആണ്. മമ്പറം തങ്ങൾ എന്നുള്ളത് ചുരുക്കിക്കൊണ്ട് മമ്പറം എഴുതിയിട്ട് ബഹുമാനപ്പെട്ട ആരാണ്? ഫസൽ ഫാസു എവിടെയാണ് കാണുന്നില്ലല്ലോ. ഫസൽ ഫാസുവിന്റെ ഉത്തരമാണ് ബ്ലൂവിന് ശക്തി നൽകുന്നത്. ശക്തി നൽകിയത് 9ാം പോയിന്റ് നേടിയിട്ടാണ്. 9ാമത്തെ പോയിന്റ് 9-11. ഒട്ടും മോശമല്ല. ഇരു ടീമുകളും ആരെയും ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ സാധിക്കാം. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം പുതിയാപ്പിള എന്ന് പറയുന്നുണ്ട്. അപ്പൊ കല്യാണം നടന്നോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ റബ്ബെ. കഴിഞ്ഞ ആ ബിരിയാണി പോയ റബ്ബെ. ഫസൽ ഫാസു ഏതായാലും ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ബ്ലൂ ആണ്. 9-11 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അടുത്ത ഒരു ചോദ്യം വീണ്ടും വരികയാണ്. ചോദ്യം ഇതാണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖന്തക്കിൽ പണിത തമ്പിന്റെ നിറം എന്തായിരുന്നു എന്നൊന്ന്. എന്ത് നിറമായിരുന്നു ആ തമ്പിന് എന്നുള്ളതാണ്. ഖന്തക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണിത തമ്പിന്റെ നിറം എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ ആ വിവരം ഇന്നാറുണ്ട്. പക്ഷെ ഇതിലെഴുതിയ എല്ലാവരും ആ ഉത്തരം ശരിക്കായി എഴുതിയിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ആരാണെന്ന് നോക്കിയാൽ മതി. റെഡ് കളർ എന്നുള്ളതാണ് അമീർ സാഹിബ് എഴുതിയിട്ടുണ്ട്. പക്ഷെ റൈറ്റ് വിഷൻ അതിശക്തമായ രീതിയിൽ ഒരു ഗോൾ അടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓഫ് സൈഡായി പോയി. പക്ഷെ അമീർ സാഹിബ് അത് ഗോളാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ റെഡ് എന്നുള്ളത് ഉത്തരത്തിലൂടെ ഗ്രീൻ പോയിന്റ് നേടുകയാണ്. 12ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് ഇതാ ബഹുമാനപ്പെട്ട ഗ്രീൻ അമീർ സാഹിബിന്റെ കരങ്ങളിലൂടെ വിജയത്തിലേക്ക് പോവുകയാണ്. 12-9. ഒരു ചോദ്യം കൂടെ പോയിന്റ് നേടിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് ബഹുമാനപ്പെട്ട ഗ്രീന്. അടുത്ത ഒരു ചോദ്യം വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം ഇതാണ്.
അരയുണ്ട്, കാലുണ്ട്, കാലിന് പാദമില്ല. എന്താണ് സാധനം? അരയുണ്ട്, കാലുണ്ട്, പക്ഷെ കാലിന് പാദമില്ല. എന്താണ് സാധനം എന്നുള്ളതാണ്. അരയുണ്ട്, കാലുണ്ട്, കാലിന് പാദമില്ല എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. എല്ലാവരും കുട എന്നുള്ള സയ്യിദ് റഫീഖിന്റെ ഉത്തരം വന്നിട്ടുണ്ട്. ഫൈസൽ കാക്കാപ്പുറത്തിന്റെ പേന്റ് എന്നുള്ള ഉത്തരം വന്നിട്ടുണ്ട്. അബ്ദുള്ള തൊട്ടക്കാടും അൽബത്തൂലയും റഹ്മാനും അമീർ സാഹിബും അബ്ദുള്ള ബഹ്റൈനിയും യൂർവിക്കേടിയും ഷാഫിയയും സയ്യിദും ഒക്കെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. പേന്റ് എന്നുള്ളതാണ്. ആരോ PM-ലൂടെ പേന്റ് എന്നറിയുന്നു. പേന്റ് അല്ല, പേന്റ് ആണ്. ദുൽദുൽ ഉത്തരം ശരിയായ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിലൂടെ ഗ്രീനാണ് പോയിന്റ് ലഭിക്കുന്നത്. പേന്റ് തന്നെയാണ് പോയിന്റ് ലഭിക്കുന്നത്. ഗ്രീനാണ്. 13ാമത്തെ പോയിന്റ് നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കുകയാണ്. എന്നാൽ ഇനി ഏതാനും ചോദ്യങ്ങൾ മാത്രം, ഏതാനുമൊന്നുമില്ല എന്ന് 13 അല്ലെ 9, ഇനി 3 ചോദ്യങ്ങളുണ്ട് അല്ലെ. 3 ചോദ്യങ്ങളില്ലേ? 3 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തോറ്റാലും വീരോചിതമായ ഒരു പരാജയം പടപൊരുതിക്കൊണ്ട് പിന്തിരിഞ്ഞോടുമ്പോൾ പിന്നിൽ നിന്ന് വെട്ടേറ്റ് വരിച്ചു വീഴുന്നതിനേക്കാൾ മുന്നോട്ട് കൊതിക്കുമ്പോൾ നെഞ്ചത്ത് വെട്ടേറ്റ് വരിക്കുന്നതാണ് ഉത്തമമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലൂ വീണ്ടും പൊരുതുകയാണ്. അടുത്ത ഒരു ചോദ്യം വരികയാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. മക്കളുടെ അസൂയയെക്കുറിച്ച് ഭയപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നുള്ളതാണ്. മക്കളുടെ അസൂയയെക്കുറിച്ച് ഭയപ്പെട്ട പ്രവാചകൻ ആര് എന്നുള്ളതാണ്. ആരാണ് മക്കളുടെ അസൂയയെ, മക്കളുടെ തമ്മിലുള്ള അസൂയയെ കുറിച്ച് ഭയപ്പെട്ട പ്രവാചകൻ എന്നുള്ളതാണ്. ആദം എന്ന് ദുൽദുൽ പറയുന്നുണ്ട്, ആദം എന്ന് ദിൽഷാദ് പറയുന്നുണ്ട്, അയ്യൂബ് എന്ന് പറയുന്ന റഹ്മാൻ, അബ്ദുള്ള തൊട്ടക്കാട് ആദം എന്ന് പറയുന്നുണ്ട്. ശരിയായ ഉത്തരം യാക്കൂബ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആദം എന്ന് ഇവർ പറഞ്ഞു വന്നപ്പോഴും അതും ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഒരു സാമ്യത കിടക്കുന്നുണ്ട്. അത് ഏതായാലും ഗ്രീൻ ആണ് ആദ്യമായിട്ട് ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടു ഉത്തരവും ടൈപ്പ് ചെയ്തത് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ പോയിന്റ് വീണ്ടും 14ാമത്തെ പോയിന്റും അതിശക്തമായ ഒരു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ 14ാമത്തെ പോയിന്റ് നേടിക്കൊണ്ടിതാ ബഹുമാനപ്പെട്ട ഗ്രീൻ 14ാമത്തെ പോയിന്റ് നേടിക്കൊണ്ടിതാ വിജയത്തിലേക്ക് പോകുന്നു. അടുത്ത ഒരു ചോദ്യം വീണ്ടും വരികയാണ്. ചോദ്യം ഏതിലെ നിന്ന് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ ഖുർആൻ പരിഭാഷയായ മായിൻകുട്ടി ഇളയതിന്റെ മായിൻകുട്ടി ഇളയതാണ് ആദ്യമായിട്ട് ഖുർആൻ പരിഭാഷ കേരളത്തിൽ എഴുതിയത്. അത് ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളതാണ്. മായിൻകുട്ടി ഇളയത് ആദ്യമായി ഖുർആനിലെ പരിഭാഷ എഴുതിയത് ഏത് ഭാഷയിലായിരുന്നു എന്നുള്ളതാണ്. മാസ്റ്റർ 0 എന്ന് പറയുന്നുണ്ട്. മാസ്റ്റർ 0 പോയിന്റ് ആക്കുകയാണ്. ഒരു പോയിന്റ് വേണമെങ്കിൽ അതിശക്തമായ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും. അബു അനസും അമീറുകളും അബ്ദുൽ അയ്യൂബ് ബ്ലാത്തൂർ, മുഹമ്മദ് ഷാഫി അരിമ്പ്ര, അൽബത്തുല എല്ലാവരും ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു. ശരിയായ ഉത്തരത്തിലൂടെ പോയിന്റ് നേടുന്നത് ആരാണ് എന്ന്, അറബി മലയാളം എന്നുള്ള ഉത്തരത്തിലൂടെ ആ പോയിന്റ് നേടുന്നത് ആരാണ് എന്ന് നോക്കാം. ഓക്കെ, ദുൽദുലാണ് ആ പോയിന്റ് നേടിയിട്ട് ദുൽദുൽ ഗ്രീനു വേണ്ടി വീണ്ടും 15ാമത്തെ പോയിന്റ് നേടുകയാണ്. ഒരേ ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരൊറ്റ ചോദ്യം 15-9 എന്ന നിലയിലേക്ക് എത്തുമ്പോൾ 2 അക്കം തികക്കാനുള്ള അതിശക്തമായൊരു മത്സരമാണ് ഇപ്പോൾ ബ്ലൂവിന്റെ ഭാഗത്തുള്ളത്. 2 അക്കം തികച്ചെങ്കിലും ഇവിടുന്ന് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അഥവാ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇവിടെയുള്ളത്. കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള ഒരു മത്സരമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്തൊരു ചോദ്യം ഇതാ വരുന്നു. ഒരു ചോദ്യം, ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ. ഓക്കെ, ഇമാമുദ്ദീൻ എന്ന് ആരുടെ അപരനാമമാണ് എന്നുള്ളതാണ്. ആരുടെ അപരനാമമാണ് ഇമാമുദ്ദീൻ എന്നുള്ളതാണ്. ആരുടെ അപരനാമമാണ് ഇമാമുദ്ദീൻ എന്നുള്ളതാണ് ചോദ്യം. ആരുടെ അപരനാമമാണ് ഇമാമുദ്ദീൻ എന്നുള്ളതാണ്. ഇബ്നു കസീർ എന്ന് അഹമ്മദ് ഏജി, റസാലി എന്ന് അബൂ സിദ്ദീഖ്,
മാസ്റ്റർ കീ എന്ന് പറയുന്നുണ്ട് വെള്ളിലെ അക്ഷരത്തിൽ. PC313MS എന്ന് വേറൊരു കളറിൽ വന്നിട്ട് തോറ്റപ്പോ കളർ മാറിയതാണോ എന്നറിയില്ല. ഏതായാലും കളർ മാറാതെ വീരോചിതമായിട്ട് ഞങ്ങളായിരുന്നു പൊരുതിയിരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ അജീക്കോടും ഹാഫിലയും സൂബുവും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ശരിയായ ഉത്തരം ഇബ്നു കസീർ എന്നുള്ളത് തന്നെയാണ്. വീണ്ടും പോയിന്റ് ഗ്രീൻ തന്നെ നേടുകയാണ്. രണ്ടക്കം മുട്ടിക്കാൻ സമ്മതിക്കാതെ ഗ്രീൻ ഇപ്പോഴും ഇവരെ ഗാലറിയിലേക്ക് തിരിച്ചയക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ വിജയികൾ ഗ്രീൻ ആണ് എങ്കിലും ഇന്നലത്തെ ഒരു ചോദ്യം, ബഹുമാനപ്പെട്ട ശ്രോതാക്കൾക്കുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരുപാട് പേര് ശരിയായിട്ടും തെറ്റായിട്ടും വാട്സപ്പിലൂടെ ഉത്തരം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഒരൊറ്റ ആൾ മാത്രമാണ്. ക്രിസ്മാസിലേക്ക് ഒരു പോയിന്റ് ലഭിച്ചില്ല എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അറിവുകളെ നമ്മുടെ കയ്യിലുള്ള പ്രത്യേകമായ അറിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ലഭിക്കാൻ പ്രയാസമാണ് നമുക്ക്. ഏതായാലും ആ ഉത്തരം ശരിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ജസീൽ മാരായമംഗലം എന്നുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് വാട്സപ്പിലൂടെ ആ പോയിന്റ് നേടിയിട്ടുള്ളത്. ശരിയായ ഉത്തരം അത് ഞാൻ ചോദിച്ചിരുന്നത് ശാന്തസമുദ്രം അഥവാ പസഫിക് ഓഷ്യന്റെ പഴയ പേര് എന്താണ് എന്നുള്ളതാണ്. ഗ്രേറ്റ് സൗത്ത് സീ അല്ലെങ്കിൽ ഗ്രേറ്റ് സദേൺ സീ എന്നുള്ളതായിരുന്നു ശരിയായ ഉത്തരം. പോയിന്റ് ലഭിക്കുന്നത് ബഹുമാനപ്പെട്ട ജസീൽ മാരായമംഗലത്തിനാണ്. അങ്ങനെ അടുത്ത ഒരു ചോദ്യം ഞാൻ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ നമ്പറിൽ തന്നെയാണ് വീണ്ടും അതിന്റെ ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത്. 9562577777 എന്നുള്ളത് അഥവാ 9562577757 ലാസ്റ്റ് 9562577777 എന്നുള്ള വാട്സപ്പിലേക്കാണ് റേഡിയോ ശ്രോതാക്കൾ ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത്. ഞാൻ അതിനുള്ള ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ജാബിർ അൽ ബത്താനി എന്ന ജ്യോതിശാസ്ത്രജ്ഞന്റെ ജന്മദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് ഇതിലടിക്കരുതാരും ടൈപ്പ് ചെയ്യരുത്. അത് ഇതിൽക്കുള്ളതല്ല, റേഡിയോ ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്. ജാബിർ അൽ ബത്താനി എന്ന ജ്യോതിശാസ്ത്രജ്ഞന്റെ ജന്മദേശം ഏത് എന്നുള്ളതാണ്. ഇന്നലെ വാട്സപ്പിലൂടെ ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ട് പോയിന്റ് നേടിയ ജസീൽ മാരായമംഗലത്തിന് അള്ളാഹു ഇരുലോകത്തും ഇസ്സത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ അറിവിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ അറിവിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഇൽമിലും നമ്മുടെ ഇബാദത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ഓരോ സെക്കൻഡിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നാം ചെലവഴിച്ച സമയത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുകൊണ്ട് റബ്ബെ അള്ളാഹു നീ സ്വാലിഹ അമല സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.